എൻ്റെ ചുറ്റുമുള്ളത് സഹോദരങ്ങളും ബന്ധുക്കളും ഗുരുക്കന്മാരുമാണ്. എങ്ങനെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും കൃഷ്ണ? എനിക്കാവില്ല. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു ഉപദേശമുണ്ട്. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഇതിനെ സാധൂകരിക്കുന്ന ഗീതയിലെ ഒരു ഭാഗം കേട്ടാലോ? കുരുക്ഷേത്ര യുദ്ധഭൂമി. ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന ആ നിമിഷം ആയിരക്കണക്കിന് സൈന്യങ്ങൾക്കിടയിൽ ആ ഒരു യോദ്ധാവ് സങ്കടത്തോടെ നിൽക്കുകയായിരുന്നു. അവനാണ് അർജുനൻ. അർജുനന്റെ മനോവിഷമം കണ്ട അവൻ്റെ സാരഥി ഭഗവാൻ ശ്രീകൃഷ്ണൻ അവനോട് കാര്യം തിരഞ്ഞു. അർജുനൻ പറഞ്ഞു, എൻ്റെ ചുറ്റുമുള്ളത് സഹോദരങ്ങളും ബന്ധുക്കളും ഗുരുക്കന്മാരുമാണ്. എങ്ങനെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും കൃഷ്ണ? എനിക്കാവില്ല. സ്വന്തം വില്ല് താഴ്ത്തിക്കൊണ്ട് ഏറെ ദുഃഖത്തോടെ അർജുനൻ പറഞ്ഞു. എന്നാൽ അവൻ്റെ സാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാന്തമായി പുഞ്ചിരിച്ചു. അർജുനനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറയുകയാണ്, അർജുന, എന്തിനാണ് നീ ശങ്കിക്കുന്നത്? ഈ യുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലാണ്. നീയും നിന്റെ സഹോദരങ്ങളും തമ്മിലുള്ളതല്ല. നീ അത് നോക്കൂ. വെള്ളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയും താമരയിലയും ചൂണ്ടിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു. ആ നിൽക്കുന്ന താമരയില വെള്ളത്തിൽ തന്നെയാണ് വളരുന്നത്. പക്ഷേ ഒരു വെള്ളത്തുള്ളികൾ പോലും ഒരിക്കലും അതിനെ നനയ്ക്കുന്നില്ല. അതുപോലെ ആയിരിക്കണം പാർത്ത നീയും. നിന്റെ കർത്തവ്യം നിർവഹിക്കൂ. പക്ഷേ അതിൻ്റെ ഫലത്തിൽ നീ ബന്ധിക്കപ്പെടരുത്. ലാഭമോ നഷ്ടമോ അതൊന്നും നിന്റെ മനസ്സിനെ കുലുക്കരുത്. സമചിത്തതയോടെ മുന്നോട്ടു പോകൂ. തേരാളിയായി ഞാനില്ലേ കൂടെ? ആ നിമിഷത്തിൽ അർജുനൻ തൻ്റെ എല്ലാ ദുഃഖങ്ങളും ബന്ധനങ്ങളും മോചിപ്പിക്കാനായി. അവൻ്റെ കണ്ണുകളിൽ ഭയം മാറി വിശ്വാസം നിറഞ്ഞു. അർജുനൻ വീണ്ടും തൻ്റെ വില്ല് ഉയർത്തി. യഥാർത്ഥത്തിൽ ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ യുദ്ധമല്ല ജയിച്ചത്, അവൻ സ്വയം വിജയിച്ചു. ബന്ധങ്ങളുടെ കൂട്ടിൽ നിന്നും സ്വതന്ത്രനായപ്പോൾ അവൻ തൻ്റെ ധർമ്മം കണ്ടെടുത്തു. ജീവിതവും അങ്ങനെയാണ്. കർമ്മം ചെയ്യൂ, ശ്രമം നിങ്ങൾക്കുള്ളതാണ്, ഫലം എനിക്ക് വിട്ടുതരൂ. അത് സമയമാകുന്ന കാലം വരുമ്പോൾ ഞാൻ തരാം. നീ നടന്നുകൊണ്ടേയിരിക്കണം. ലക്ഷ്യം തന്നെ നിന്നെ തേടി വരും.